കർണാടകത്തിലെ ഷിരൂരിൽ നമ്മുടെ അർജുൻ എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള തെരച്ചിൽ വീണ്ടും ആരംഭിക്കാനുള്ള സാധ്യത തെളിയുന്നു. ട്രെഡ്ജർ ഗോവ പോർട്ടിൽ നിന്ന് പുറപ്പെട്ടു. മാത്രമല്ല കാലാവസ്ഥയും അനുകൂലമാണെന്ന് കരുതുന്നു. ഇന്ന് രാത്രിയോടെ ട്രെഡ്ജർ കാർവാറിൽ എത്തുമെന്നാണ് അറിയുന്നത്. വ്യാഴാഴ്ച തെരച്ചിൽ പുനരാരംഭിക്കുമെന്ന് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒരു അറിയിപ്പും വന്നിട്ടുണ്ട്. ബംഗളൂരുവിൽ നിന്ന് അരുൺ പൂപ്പറമ്പ തത്സമയം ചേരുന്നു ടെലഫോണിൽ. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, ഓണമൊക്കെ ആഘോഷിച്ചോ ബാംഗ്ലൂരിൽ? ഓക്കെ, എന്താണ് നമ്മൾ അർജുൻ്റെ ദുരൂഹത മാറ്റാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്? ട്രെഡ്ജറിൻ്റെ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ഒരു മാസത്തിന് ശേഷമാണ് ഷിരൂരിൽ തിരച്ചിൽ പുനരാരംഭിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനായി നമുക്കിപ്പോൾ ഒരു ശുഭവാർത്ത ലഭിച്ചിരിക്കുകയാണ്. ഗോവ പോർട്ടിൽ നിന്നും ഡ്രഡ്ജർ ഇന്ന് രാവിലെ നിലവിൽ ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് ഒടുവിലായി ലഭിക്കുന്നത്. ഡ്രഡ്ജർ ഇന്ന് രാത്രിയോടെ കാർവാർ തുറമുഖത്ത് എത്തിച്ചേരും. നാളെ വൈകിട്ടോടെ ആയിരിക്കും ഷിരൂരിൽ എത്തിക്കുക. അതായത് ഈ കടലിൽ നിന്ന് പുഴയിലേക്ക് ഡ്രഡ്ജർ നീക്കുമ്പോൾ അതിൽ ഒരു പരിശോധന കൂടി ആവശ്യമുണ്ട്. അത് ജില്ലാ ഭരണകൂടം അതിനു കൂടി അനുമതി നൽകിയാൽ കാർവാറിൽ നിന്നും നാളെ വൈകിട്ടോടെ ഷിരൂരിൽ ഡ്രഡ്ജർ എത്തിക്കാൻ കഴിയും. വ്യാഴാഴ്ച രാവിലെ തന്നെ ഡ്രഡ്ജർ ഉപയോഗിച്ച് തെരച്ചിൽ നടത്താൻ സാധിക്കുമെന്നതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. നിലവിൽ ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമാണ്. കഴിഞ്ഞ കുറെ ദിവസമായി ഷിരൂരിൽ മഴ മാറി നിൽക്കുന്നുണ്ട്. പുഴയിലെ അടിയൊഴുക്ക് കഴിഞ്ഞ ദിവസം നാവികസേന പരിശോധിച്ചപ്പോൾ 3 നോട്ട്സിൽ താഴെയാണ് അടിയൊഴുക്കുള്ളത്. അതുകൊണ്ട് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധനക്ക് തടസ്സമായി ഉണ്ടായിരുന്നത് ഈ പുഴയുടെ അടിത്തട്ടിലുള്ള വലിയ മണ്ണും കല്ലുകളും ഈ മര അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അത് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഡ്രഡ്ജർ എത്തിക്കുന്നത്. ഡ്രഡ്ജർ എത്തിച്ചു കഴിഞ്ഞാൽ നേരത്തെ തന്നെ നാവികസേന ചില സ്ഥലങ്ങൾ മാർക്ക് ചെയ്തിരുന്നു. ലോറി ഉണ്ടെന്ന് അവരുടെ സോണാർ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അവിടെ അടിത്തട്ടിൽ വലിയ രീതിയിൽ മണ്ണിന്റെ സാന്നിധ്യമുണ്ട്. ഇതൊക്കെ നീക്കം ചെയ്ത് ഈ ലോറി കണ്ടെത്താൻ സാധിക്കും എന്നതാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അർജുൻ ഉൾപ്പെടെ കാണാതായിട്ടുള്ള 3 പേർക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ നമുക്കൊരു ഉത്തരം ലഭിക്കും എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷ പങ്കുവെക്കാനുള്ളത്. എന്തായാലും അതിനായിട്ടാണ് ഡ്രഡ്ജർ ഗോവ പോർട്ടിൽ നിന്ന് എത്തിക്കുന്നത്. നേരത്തെ തന്നെ കർണാടക മുഖ്യമന്ത്രി അർജുന്റെ കുടുംബത്തിന് വാക്ക് നൽകിയതാണ്. അതിന്റെ പൂർണ്ണ ചെലവ് കർണാടക സർക്കാർ വഹിച്ച് എത്തിക്കുമെന്ന്. പക്ഷെ അതിന് ഒരു കാലതാമസം എടുത്തു. കാലാവസ്ഥ പല ഘട്ടങ്ങളിലും പ്രതികൂലമായി നിന്നു. കടൽ മാർഗം ഇത് കൊണ്ടുവരുന്നതിന് തടസ്സമായി. ഇപ്പോൾ എന്തായാലും അത്തരം തടസ്സങ്ങളെല്ലാം മാറി ഗോവ പോർട്ടിൽ നിന്നും അത് പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാത്രിയോടെ കാർവാറിൽ എത്തും. നാളെ വൈകിട്ടോടെ ഷിരൂരിൽ എത്തിച്ച് മറ്റന്നാൾ രാവിലെയോടെ തെരച്ചിൽ പുനരാരംഭിക്കും എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. താങ്ക് യു. നമുക്കിപ്പം ചേർന്നത് അരുൺ പൂപ്പറമ്പയാണ് ടെലഫോണിൽ.